Hello, welcome to a wonderful session. So, മകളെ നമ്മൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ വീടായിക്കോട്ടെ ഈവൻ ബുർജ് ഖലീഫ ഉണ്ടാക്കാന്ന് വിചാരിച്ചോ എന്തിനാലും ഇതിന്റെ അടിത്തറ എത്രത്തോളം സ്ട്രോങ് ആയിരിക്കണം എന്നുള്ളത് വളരെ പ്രാധാന്യമല്ലേ ഇല്ല അതിനനുസരിച്ച് മുകളിലുള്ളതിന്റെ ഒക്കെ സ്ട്രോങ് വലിയൊരു കണക്കുണ്ടാവൂല അല്ലെ സോ അതുകൊണ്ട് നമ്മുടെ കൊമേഴ്സ് ലൈഫില് അക്കൗണ്ടൻസി കരിയറിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മൾ തംബ്നെയിൽസിലൊക്കെ കണ്ടതുപോലെ തന്നെ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് അടിപൊളിയായിട്ട് ചെറിയ സമയം കൊണ്ട് ചില ആളുകൾ ഇത് കേട്ടിട്ടുണ്ടാവും ചില ആളുകൾ ഇത് കാണാപ്പാടായിട്ട് പഠിച്ചിട്ടുണ്ടാവും ചില ആളുകൾക്ക് വലിയൊരു കണക്ഷൻ കിട്ടിയിട്ടുണ്ടാവില്ല എങ്ങനെയുള്ളവരാണെങ്കിലും ഈ ഒരു വീഡിയോ കഴിയുമ്പോഴേക്ക് ഈ ഒരു ഏരിയ ഇത് തന്നെ അക്കൗണ്ടൻസിയിലുള്ളൂ ഈ ഒരു ഏരിയ നമ്മൾ അടിപൊളിയായിട്ട് ചെറിയ സമയം കൊണ്ട് നമ്മൾ പഠിച്ചെടുക്കും സോ കൂടുതൽ ഞാൻ ഇൻട്രോ പറഞ്ഞിട്ട് സമയം കളയുന്നില്ല നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം സോ നമ്മൾ അക്കൗണ്ടൻസി എന്താണെന്ന് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡെഫിനിഷനിലൊക്കെ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ ഏത് ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടെങ്കിലും അതിലൊക്കെ ഉണ്ടാവും റെക്കോർഡിംഗ് ക്ലാസിഫൈങ് സമ്മറൈസിങ് ഇതാണ് നമ്മൾ അക്കൗണ്ടൻസി ചെയ്യുന്ന പരിപാടി അല്ലേ നമ്മുടെ തേർഡ് ചാപ്റ്റർ ഫോർത്ത് ചാപ്റ്ററിലൊക്കെ നമ്മൾ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ഫോർത്തിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല ചാപ്റ്ററിന്റെ പേര് നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഇത് ക്ലാസിഫൈ ചെയ്യും അല്ലെ നമ്മൾ സിംപിളി പറയുകയാണെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് നമ്മൾ ജേണൽ എൻട്രീസ് പാസ് ചെയ്യും അല്ലെ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജേണൽ എൻട്രീസ് പാസ് ചെയ്യും അതേപോലെ തന്നെ ഇത് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ലെഡ്ജർ നമ്മൾ ജേണലിൽ നിന്നും ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യും നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുക ഇത് സമ്മറൈസ് ചെയ്യണം അല്ലെ ഇത് നമ്മൾ പഠിച്ചിട്ടില്ല നമ്മൾ ഈ ലെഡ്ജർ വരെ എത്തിയിട്ടുള്ളൂ നമ്മൾ ഈ ലെഡ്ജറിൽ എടുത്തിട്ട് എന്ത് ചെയ്യും ട്രയൽ ബാലൻസിലേക്ക് കൊണ്ടുപോയിടും ട്രയൽ ബാലൻസ് നമ്മുടെ 5ാമത്തെ ചാപ്റ്ററിന്റെ പേര് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും 5ാമത്തെ അല്ല 6ാമത്തെ ചാപ്റ്ററിന്റെ പേര് നോക്കിയാൽ മനസ്സിലാവും ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും നമ്മൾ 8ാമത്തെ 9ാമത്തെ ചാപ്റ്ററായ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അങ്ങോട്ടേക്ക് പോകും ഇതാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി എന്തിൽ ചെയ്യുന്നത് അക്കൗണ്ടൻസിയിൽ ചെയ്യുന്നത് ഇതേ നമ്മൾ അക്കൗണ്ടൻസി ചെയ്യുന്നുള്ളൂ ഞാൻ പറയട്ടെ നിങ്ങൾ ജേണൽ എൻട്രി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഡെബിറ്റ് കോൾ ഉണ്ട് ക്രെഡിറ്റ് കോൾ ഉണ്ട് എമൗണ്ട് എഴുതാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ജേണൽ എൻട്രി പാസ് ചെയ്യുമ്പോൾ ഏതോ ഒരു അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം ഏതോ ഒരു അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം നിങ്ങൾ ലെഡ്ജർ ആണ് ചെയ്യുന്നതെങ്കിൽ ലെഡ്ജറിലേക്കാണ് പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ലെഡ്ജറിനും 2 സൈഡ് ഉണ്ട് ഡെബിറ്റ് സൈഡ് ഉണ്ട് ക്രെഡിറ്റ് സൈഡ് ഉണ്ട് നിങ്ങൾ ജേണൽ നോക്കി കോപ്പി പേസ്റ്റ് അടിച്ച് ലെഡ്ജറിലേക്ക് ചെയ്താണെങ്കിൽ ഈ റൂൾ അറിയണമെന്നില്ല എന്നാൽ ഈ റൂൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ജേണൽ എൻട്രി ഇല്ലാതെ ഒരു ട്രാൻസാക്ഷൻ കണ്ടാൽ ഇത് ഏത് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം ഇതിൽ ഏത് ലെഡ്ജർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം അവിടെ നമുക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് മനസ്സിലാവണം ഇനി നിങ്ങൾ ട്രയൽ ബാലൻസിലേക്ക് പോവുകയാണെങ്കിലും അവിടെയുണ്ട് ഡെബിറ്റ് കോളും ക്രെഡിറ്റ് കോളും നിങ്ങൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലേക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റിലേക്ക് പോവുകയാണെങ്കിലും അവിടെയുണ്ട് ഡെബിറ്റ് ബാലൻസ് ക്രെഡിറ്റ് ബാലൻസിന് ഇമ്പോർട്ടൻസ് സോ ഡെബിറ്റ് എന്താ ക്രെഡിറ്റ് എന്താ അക്കൗണ്ടൻസി ഇതേ ഉള്ളൂ സോ എന്ത് ഡെബിറ്റ് ചെയ്യണം എന്ത് ക്രെഡിറ്റ് ചെയ്യണം ഇത് മനസ്സിലാക്കിയാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു സോ ഞാൻ ഇത് നിങ്ങൾക്ക് ഒരു കോഡ് രൂപത്തിൽ പലപ്പോഴും എന്റെ ക്ലാസ് കേട്ട കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ഞാനൊരു കോഡ് രൂപത്തിൽ ചെറിയ സമയം കൊണ്ട് പഠിപ്പിച്ചു തന്നിട്ട് ഇതിനെ കണക്ട് ചെയ്തിട്ട് ജേണലിലേക്ക് ഞാനൊന്ന് ഇട്ട് തരും ജേണലിലേക്ക് ഇത് കണക്ട് ചെയ്തിട്ട് ഒരു 2-3 എക്സാമ്പിൾസ് വെച്ച് കാണിച്ചു തരും ഇത് കാണിച്ചു തന്നാൽ മതിയോ ബാക്കി നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും സോ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ബുർജ് ഖലീഫ ഉണ്ടാക്കാൻ വേണ്ടി പോവാണല്ലേ സോ നമ്മൾ ആ ഒരു ലെവലിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ് സോ നിങ്ങൾ എത്ര മുകളിലേക്ക് എത്തിയാലും ഈ ഒരു അടിത്തറ നിങ്ങൾ ടോപ്പ് ആയിട്ട് സെറ്റ് ആക്കി വെച്ചാൽ എവിടെ നിങ്ങൾ സ്റ്റെക്ക് ആവില്ലടാ സോ നമുക്ക് നേരെ എന്താക്കാം നമ്മുടെ റൂളിലേക്ക് പോകാം ഇത് ഈ ഒരു സ്ലൈഡേ ഉള്ളൂ അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ലൈഡേ ഉള്ളൂ ഞാനൊക്കെ പ്ലസ് 1 പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ കാണാതെ അങ്ങോട്ട് പഠിക്കുന്നു റൂൾ ഓഫ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്തിനാ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് പോലും അറിയില്ലായിരുന്നു അങ്ങനെ കാണാതെ പഠിച്ചു പോയിട്ട് 5 മാർക്കിന് എക്സാമിന് ചോദിക്കും എഴുതി കൊടുക്കും ഇതായിരുന്നു പരിപാടി എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ പഠിച്ചാൽ പോരാ ഞാൻ പറഞ്ഞതുപോലെ ജേണൽ എഴുതണമെങ്കിൽ നമുക്കൊരു ഡെബിറ്റ് വേണം ഒരു ക്രെഡിറ്റ് വേണം ലെഡ്ജർ എഴുതണമെങ്കിൽ ഡെബിറ്റ് വേണം ക്രെഡിറ്റ് വേണം നിങ്ങൾ നമ്മൾ അക്കൗണ്ടൻസിയുടെ ഏത് പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ ഡെബിറ്റും ക്രെഡിറ്റും വേണം അല്ലെ ഡെബിറ്റും വേണം ക്രെഡിറ്റും വേണം സോ ഈ ഡെബിറ്റ് ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഈ ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യേണ്ടത് ഒരു ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസുകളിൽ നമ്മൾ ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് പ്രകാരം പഠിച്ചതുപോലെ അതിൽ 2 ആസ്പെക്ട്സ് ഉണ്ടാവും അതിൽ ഒരു ആസ്പെക്ട് എടുത്തിട്ട് ഡെബിറ്റും ഒരു ആസ്പെക്ട് എടുത്തിട്ട് ക്രെഡിറ്റും അതാണ് ജേണൽ എൻട്രി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷനിൽ നിന്ന് ഒരു അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും ഒരു അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അക്കൗണ്ടൻസിയിലെ പ്രോസസ്സ് എന്ന് പറയുന്നത് സോ ഇങ്ങനെ ഡെബിറ്റ് ചെയ്യണം ക്രെഡിറ്റ് ചെയ്യണമെങ്കിൽ ഒരു ബിസിനസ്സിൽ എത്ര ട്രാൻസാക്ഷൻസ് നടക്കും ഒരു ദിവസം എത്ര ട്രാൻസാക്ഷൻ നടക്കും ഒരു മാസം എത്ര ട്രാൻസാക്ഷൻസ് നടക്കും ഒരു വർഷം എത്ര ട്രാൻസാക്ഷൻ നടക്കും അങ്ങനെ നമ്മൾ ഈച്ച് ആൻഡ് എവരി ട്രാൻസാക്ഷൻസിന് ഇന്ന ട്രാൻസാക്ഷൻസിന് ഇത് ഡെബിറ്റ് ഇത് ക്രെഡിറ്റ് ഇന്ന ട്രാൻസാക്ഷൻസിന് ഇത് ഡെബിറ്റ് ഇത് ക്രെഡിറ്റ് അടുത്ത ട്രാൻസാക്ഷൻസിന് ഇത് ഡെബിറ്റ് ക്രെഡിറ്റ് ഇങ്ങനെ നമ്മൾ എത്ര കാലം പഠിക്കും എന്തൊക്കെ പഠിക്കാൻ വേണ്ടി കഴിയും പുതിയ ട്രാൻസാക്ഷൻസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുക അപ്പൊ നമ്മൾ ഇങ്ങനെ മരിക്കണവരെ പഠിച്ചുകൊണ്ടിരിക്കേണ്ടി വരും അല്ലേ സോ അതുകൊണ്ട് എന്തൊക്കെ ബിസിനസ്സിൽ ട്രാൻസാക്ഷൻസ് ഉണ്ടായാലും എന്തൊക്കെ ദുനിയാവിൽ സംഭവിച്ചാലും നമ്മൾ ആ എല്ലാ ട്രാൻസാക്ഷൻസിലെ ആസ്പെക്റ്റുകളെയും എല്ലാ ട്രാൻസാക്ഷൻസിലെ അക്കൗണ്ടുകളെയും നമ്മൾ ഒരു 5 ഹെഡിലേക്ക് കൊണ്ടുവരും നമ്മൾ
ഒരു 5 ഹെഡിലേക്ക് കൊണ്ടുവരും. അതായത് നമുക്കൊരു കഥ പോലെ പഠിക്കാം. നമുക്കൊരു കഥ പോലെ ഈ കഥ നിങ്ങളുടെ മനസ്സിൽ ഏത് ഉറക്കത്ത് ചോദിച്ചാലും എന്താന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റണം. നമുക്കൊരു കഥ പറയാം. നിങ്ങൾ സ്ലൈഡ് വായിക്കാൻ നിൽക്കല്ലേ, ഇപ്പൊ എന്നെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു കഥ പറയാം. ആ കഥയിൽ നമ്മൾ ഒരാളുണ്ട്, ആലിസ് എന്ന് പറഞ്ഞിട്ടുള്ള പല ആൾക്കാരും കേട്ടിട്ടുണ്ടാവുമായിരിക്കും. കേട്ടവരാണെങ്കിലും ഒന്നും കൂടെ ഒന്ന് കേട്ട് തറവാക്കുക. അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത്. സോ നമ്മളുടെ കഥാപാത്രം ആരാണ്? ആലിസ് എന്ന് പറയുന്ന ഒരാൾ. ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ ഒരു മനുഷ്യനുണ്ട്. ഞാൻ എന്താ തരാം, വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മനുഷ്യൻ എന്ന് പറയുന്നത്. ഈ ചങ്ങാതിന്റെ പേര് ആലിസ് എന്നാണ്. ഇവനിക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഇവനിക്ക് 5 കാലുണ്ട്. ഓരോ കാലിനും നമ്മളൊരു പേര് കൊടുത്തു. ഒന്നാമത്തെ കാല് എ ആണ്, രണ്ടാമത്തെ കാല് എൽ ആണ്, മൂന്നാമത്തത് ഐ ആണ്, നാലാമത്തെ സി ആണ്, അഞ്ചാമത്തത് ഇ ആണ്. ഇതാണ് നമ്മുടെ ആലിസിന്റെ 5 കാല്. 5 കാലിന് നമ്മൾ എന്ത് ചെയ്തു? ഒരു പേര് കൊടുത്തു. ALICE അല്ലെ, ALICE. ഈ 5 ടേമിനെ, ഈ 5 പേരുകളെ നമ്മൾ എന്താണ് ഒന്ന് ഫുൾ ഫോം ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ ഒന്ന് റീപ്ലേസ് ചെയ്യാം മറ്റൊരു പേരിലേക്ക്. അതായത് എ എന്ന് പറഞ്ഞാൽ അസറ്റ് ആണ്. A for asset, L for liability, I for income, C for capital and E for expenses. ഇങ്ങനെ നമ്മൾ ആലിസിന്റെ 5 കാലിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ആലിസിന്റെ 5 കാലിന് നമ്മൾ ആദ്യം പേര് കൊടുത്തു. ALICE എന്ന് പറയുന്ന 5 കാല്. ഈ 5 കാലുകൾക്ക് A എന്ന് പറഞ്ഞ അസറ്റ് ആണ്, L എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ആണ്, I എന്ന് പറഞ്ഞാൽ ഇൻകം ആണ്, സി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ ആണ്, ആൻഡ് ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എക്സ്പെൻസ് ആണ്. ഇതാണ് ആലിസിന്റെ കാല് എന്ന് പറയുന്നത്. ഈ കാല് വെച്ചിട്ട് നമുക്ക് എന്താക്കാം? നമുക്ക് റൂള് പഠിക്കാം. സോ ഒരു ബിസിനസ്സിൽ ട്രാൻസാക്ഷൻസ് ഉണ്ടായാൽ അതിൽ നിന്ന് നമ്മൾ 2 ആസ്പെക്റ്റുകൾ പിക്ക് ചെയ്യും അല്ലെ. അതായത് നമ്മളിപ്പോൾ സാലറി പെയ്ഡ് ഇൻ ക്യാഷ് എന്ന് പറഞ്ഞാൽ സാലറി എന്ന് പറയുന്ന ഒരു ആസ്പെക്ട്, അല്ലെങ്കിൽ ഒരു അക്കൗണ്ട്, ക്യാഷ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട്. ബിസിനസ് കമൻസ്ഡ് വിത്ത് ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന അക്കൗണ്ട്, ക്യാഷ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട്. ഇങ്ങനെ ഓരോ ട്രാൻസാക്ഷൻസിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ 2 അക്കൗണ്ടുകളെ പിക്ക് ചെയ്യും, അല്ലെ 2 ആസ്പെക്റ്റുകളെ പിക്ക് ചെയ്യും. എന്നിട്ട് ഇതിൽ ഓരോന്നും ആലിസിന്റെ ഏത് കാലുമായിട്ടാണ് മാച്ച് ആകുന്നത്. വൺ സെക്കൻഡ് ഞാൻ എന്താ പറഞ്ഞത്? ഓരോ അക്കൗണ്ട് എടുത്തിട്ടും ഇപ്പൊ ക്യാഷ് എടുത്തിട്ട് ആലിസിന്റെ ഏത് കാലാ? അസറ്റ് ആണോ, ലയബിലിറ്റി ആണോ, ഇൻകം ആണോ, ക്യാപിറ്റൽ ആണോ, എക്സ്പെൻസ് ആണോ? ക്യാപിറ്റൽ എടുത്തിട്ട് ഇതിൽ ഏത് കാറ്റഗറിയാ? ക്യാപിറ്റൽ എന്ന് തന്നെ മനസ്സിലാവും അല്ലെ. സാലറി എടുത്തിട്ട് സാലറി ആലിസിലെ അസറ്റ് ആണോ, ലയബിലിറ്റി ആണോ, ഇൻകം ആണോ? നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കുറച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടി വരും. നമുക്ക് ഇങ്ങനെ ഒന്ന് ആലോചിക്കേണ്ടി വരും. പിന്നെ നമുക്ക് എന്ത് ചെയ്യും? ഒരു സാധനം കാണുമ്പോൾ, ഒരു അക്കൗണ്ടിന്റെ പേര് കേൾക്കുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാകും. ഇത് ഏത് കാറ്റഗറിയിലാണ്, എവിടെയാ, എന്താ ചെയ്യേണ്ടതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മനസ്സിലാവും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സോ നമ്മൾ ഇത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഒരു ട്രാൻസാക്ഷൻസിലെ 2 ആസ്പെക്റ്റുകൾ പിക്ക് ചെയ്യുക, അല്ലെ 2 അക്കൗണ്ടുകൾ പിക്ക് ചെയ്യുക. ഈ 2 അക്കൗണ്ടുകൾ ഏത് കാറ്റഗറിയിലാണ് നമ്മൾ 5 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഈ 5 ഹെഡിൽ അല്ലെങ്കിൽ 5 കാറ്റഗറിയിൽ ഏത് ഹെഡിലേക്കാണ് പോകുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? ഇത് കൂടുകയാണോ കുറയുകയാണോ നോക്കുക. Let me ask you question. അതായത് ഇത് കൂടുന്നില്ല കുറയുന്നില്ല, അവിടെ അനങ്ങാതെ നിൽക്കുകയാണ്. ഒരു ബിസിനസിന്റെ ക്യാഷ് കൂടുന്നില്ല കുറയുന്നില്ല, അവിടെ അതങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. സാലറി കൂടുന്നില്ല കുറയുന്നില്ല, അങ്ങനെ നമ്മളൊന്നും ചെയ്യണ്ട. ബിസിനസ്സിൽ ഒരു ട്രാൻസാക്ഷനിലൂടെ എന്തെങ്കിലും മണി വാല്യൂ കൂടുന്നില്ല, മണി വാല്യൂ കുറയുന്നില്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ കൂടുകയാണെങ്കിൽ എന്തോ ഒന്ന് ചെയ്യണം, കുറയുകയാണെങ്കിൽ എന്തോന്ന് ചെയ്യണം. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞ്. അപ്പൊ ഇതാണ് നമ്മൾ ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയോ കൂടുമ്പോൾ നമ്മൾ ഡെബിറ്റാ ചെയ്യേണ്ടത്, ഏതൊക്കെയോ കുറയുമ്പോൾ നമ്മൾ ക്രെഡിറ്റാ ചെയ്യേണ്ടത്. അപ്പൊ അതാ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? ഒരു ട്രാൻസാക്ഷൻസിൽ നിന്ന് 2 അക്കൗണ്ടുകൾ പിക്ക് ചെയ്തു. ഇതിൽ ഓരോ അക്കൗണ്ടും ഏത് കാറ്റഗറിയിലാണ്, ഏത് ഹെഡിലാണ് പെടുക എന്ന് മനസ്സിലായി. ഇനി നമ്മൾ മനസ്സിലാക്കുക, അത് നമ്മുടെ അസറ്റ് ആണെങ്കിലോ എക്സ്പെൻസ് ആണെങ്കിലോ. നമ്മുടെ ട്രാൻസാക്ഷൻസിൽ നമ്മൾ എടുത്ത അക്കൗണ്ട് അസറ്റ് കാറ്റഗറിയിൽ പെട്ടതാണോ അല്ലെങ്കിൽ എക്സ്പെൻസ് കാറ്റഗറിയിൽ പെട്ടതാണോ എന്ന് നോക്കുക. അതെന്താ സാർ ഇത് രണ്ടും? എന്താ സാർ ഇത്? ആലിസിന്റെ ഒന്നാമത്തെയും അവസാനത്തെയും, ആദ്യത്തെയും അവസാനത്തെയും കാല് ഓർത്തു വെക്കാൻ സുഖല്ലേ? ആലിസിന്റെ ആദ്യത്തെ കാലും അവസാനത്തെ കാലും, ആദ്യത്തെ കാലം ഏതാണ്? റെക്ടാംഗിളറോടെ കിടക്കട്ടെ അല്ലെ. ഏതാണ് നമ്മുടെ ആദ്യത്തെ കാല് എന്ന് പറയുന്നത്? ആദ്യത്തെ കാല് എന്ന് പറയുന്നത് എ ആണ്, അവസാനത്തെ കാല് എന്ന് പറയുന്നത് ഇ ആണ്. സോ നമ്മൾ എടുത്ത അക്കൗണ്ട്, നമ്മൾ എടുത്ത ആസ്പെക്ട്സ്, അല്ലെ നമ്മൾ എടുത്ത അക്കൗണ്ടൻസി ട്രാൻസാക്ഷൻസ് നമ്മൾ എടുത്തത് അത് അസറ്റ് ആണെങ്കിലോ എക്സ്പെൻസ് ആണെങ്കിലോ നിങ്ങൾ കൂടുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് നോക്കട്ടെ. അത് കൂടുകയാണെങ്കിൽ നിങ്ങൾ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾ കുറയുകയാണോ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, കൂടുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം.
അപ്പൊ കുറയാണ് ക്രെഡിറ്റ് ചെയ്യണം, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് പഠിച്ചാൽ മതി? ആലിസിന് 5 കാലുണ്ട്, അതിൽ ഒന്നാമത്തെ കാലോ ഒരു അവസാനത്തെ കാലോ ആണെങ്കിൽ, അതായത് അസറ്റ് ആണെങ്കിലോ എക്സ്പെൻസ് ആണെങ്കിലോ കൂടുകയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യണം, കുറയാണ് എന്താ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. അപ്പൊ ബാക്കി നടുവിലുള്ള 3 കാല് ആലിസിന്റെ എയും പോയി ഇയും പോയി, ബാക്കി നടുവിൽ ആയിരിക്കുള്ളത് LIC ഉണ്ടല്ലേ, LIC ഉണ്ടല്ലേ, ഇത് നമ്മൾ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അല്ല. എന്താ LIC എന്ന് പറയുന്നത്? ലയബിലിറ്റി ഉണ്ട്, ഇൻകം ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്. അപ്പൊ ഇത് 3 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് 3 ആണെങ്കിൽ കൂടുമ്പോൾ ക്രെഡിറ്റ് ആ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ആകെ ഒറ്റൊരു കാര്യം പഠിച്ചുള്ളൂ, അതായത് ഇത് കൂടുമ്പോൾ ഡെബിറ്റ്, കുറയുമ്പോൾ ക്രെഡിറ്റ്, കൂടുമ്പോൾ മറ്റേത് ക്രെഡിറ്റ്, മറ്റേത് ഡെബിറ്റ്, അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. ആലിസിന് 5 കാലുണ്ട്, ആദ്യത്തെയോ അവസാനത്തെയോ കാലാണെങ്കിൽ, അസറ്റ് ആണെങ്കിലോ എക്സ്പെൻസോ ആണെങ്കിൽ കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ബാക്കി 3 കാലില്ലേ LIC, അത് കൂടുകയാണ് ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ അസറ്റോ എക്സ്പെൻസോ കൂടുകയാണെങ്കിൽ ഡെബിറ്റ്, ബാക്കിയുള്ള 3 എണ്ണം അതായത് ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ കൂടുവാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ കൂടുവാണെങ്കിൽ എന്താന്ന് പഠിച്ചാൽ മതി, കുറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് നമുക്ക് അറിയാലോ. ക്ലിയർ ആയില്ലേ? അപ്പൊ എന്താ റൂള് നമ്മൾ പഠിച്ചു. സോ നമ്മൾ ആലിസിന്റെ കാല് ഇത് അവിടെ അടിപൊളിയായിട്ട് വന്നിട്ടിട്ടുണ്ട്, അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആലിസിന്റെ കാല് അതിനെ ഞാൻ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഓരോ പേരായിട്ട്, അസറ്റ്, ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ. ഇത് വേണം നിങ്ങൾ 2 ദിവസം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാൾപേപ്പർ ഒക്കെ എടുത്ത് വെച്ചോ, എന്നാലും കുഴപ്പമില്ല. ഇത് നിങ്ങളുടെ മൈൻഡിലേക്ക് ഒന്ന് കയറുന്നവരെ നിങ്ങൾ അതിലേക്കൊന്ന് ശ്രദ്ധ കൊടുക്കുക. ഞാൻ അത്രയും ഫോഴ്സ് ചെയ്തുകൊണ്ട് പറയാ, അത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി +1 + 2 ഞാൻ തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നില്ലേ, ഇത് വെച്ച് നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്ന കോലത്തിലേക്ക് ഞാൻ ആക്കി തരാം. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ എന്താണ് നമ്മൾ ചെയ്യുന്നത് മനസ്സിലായി? അപ്പൊ അസറ്റ് ആണെങ്കിലോ എക്സ്പെൻസ് ആണെങ്കിലോ കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണമെന്ന് മനസ്സിലായി. ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ ആണെങ്കിൽ കുറയുമ്പോൾ ക്രെഡിറ്റ്, കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണമെന്ന് മനസ്സിലായി. ആൻഡ് വൈസ് വേഴ്സ. സോ അത് നമുക്കറിയാം, കൂടുതലായിട്ട് നോക്കേണ്ട ആവശ്യമില്ല, അത് നമുക്ക് അതിന്റെ ഓപ്പോസിറ്റാ വരിക, നമുക്കറിയാം. അപ്പോൾ നമുക്ക് എന്താ റൂൾസ് എന്ന് മനസ്സിലായി. ഇനി സാറേ ഈ അസറ്റിൽ ഏതൊക്കെയാ പെടുക? സാറേ ഇതിൽ അസറ്റിൽ ഏതൊക്കെയാ പെടുക? അസറ്റ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ മീനിങ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ബേസിക് ടേംസ് പഠിച്ച സമയത്ത് നമ്മൾ മീനിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ അസറ്റ് എന്ന് പറയുന്നത്? വാല്യൂ ഉണ്ട്, ഓൺ ചെയ്യുന്നുണ്ട്, കയ്യിൽ ബെനിഫിറ്റും ഉണ്ട് അല്ലെ. നമ്മൾ വാല്യൂ ചെയ്യുന്നുണ്ട്, അതിന്റെ ഓൺ ചെയ്യുന്നുണ്ട്, നമുക്കാണ് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അസറ്റ് എന്ന് പറയുന്നത് അല്ലെ. വാല്യൂ ഉണ്ട്, ഓൺ ചെയ്യുന്നുണ്ട്, നമുക്ക് അതിന്റെ ബെനിഫിറ്റും കിട്ടുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരു ട്രാൻസാക്ഷൻ ആസ്പെക്ട്സ് പിക്ക് ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്യുക, ഇതിന് വാല്യൂ ഉണ്ടോ, ഇത് നമ്മൾ ഓൺ ചെയ്യുന്നുണ്ടോ, ഇതുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ. അങ്ങനെയാണെങ്കിൽ ഇതെന്താ? അസറ്റ് നമുക്ക് വിളിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ലയബിലിറ്റി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. നമ്മൾ വാല്യൂ ചെയ്യുന്നില്ല, പകരം നമ്മൾ എന്തോ ബാധ്യത ആർക്കോ കൊടുക്കാനുണ്ട്, അത്തരത്തിലുള്ളതാണ് നമുക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ അതൊക്കെ ഏത് കാറ്റഗറി പെടും? ലയബിലിറ്റിയിൽ പെടും. അതൊക്കെ ലയബിലിറ്റിയിൽ പെടും. ഇതിന്റെ ഫർദർ ക്ലാസിഫിക്കേഷൻ ഒക്കെ നിങ്ങൾ വിട്. കറന്റ് അസറ്റ്, കറന്റ് ലയബിലിറ്റി, ഫിക്സ്ഡ്, ലോങ് ടേം, ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ, അതൊക്കെ വിട്. നിങ്ങൾ ഈ ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുപോവാ. വാല്യൂ ഉണ്ട്, ഓൺ ചെയ്യുന്നുണ്ട്, ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ഉണ്ട്, നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ട്, അത്തരത്തിലുള്ളത് അസറ്റ് ആണ്. നേരെ പകരം നമ്മൾ ആർക്കെങ്കിലും കൊടുക്കാനുള്ളതാണെങ്കിൽ, നമുക്ക് ബാധ്യത ആയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ സാറേ എക്സ്പെൻസ്, ഇൻകം എന്ന് പറയുന്നത്? ഇൻകം എന്ന് പറയുന്നുണ്ടെങ്കിൽ എക്സ്പെൻസ് പറയുന്നുണ്ട് എന്താണ്? നമുക്ക് ഇങ്ങനെ റിക്കറിംഗ് ആയിട്ട് ഒരു വർഷത്തിനുള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ചെലവുകൾ, ഒരു വർഷത്തിന്റെ ഉള്ളിൽ എടുക്കുക, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ചെലവുകളാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഞാൻ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കിക്കേ. ഇതേപോലെ തന്നെ ഒരു വർഷത്തിനുള്ളിൽ റിക്കറിംഗ് ആയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻകംസ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻകംസ് എന്ന് പറയുന്നത്. സോ നമ്മൾ എക്സ്പെൻസ്, നമ്മുടെ ഒരു അസറ്റ് വാങ്ങി അതൊരു എക്സ്പെൻസ് ആണോ? അല്ല. അതെല്ലാ വർഷവും നമ്മളിങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുന്നതല്ല. അത് മാത്രമല്ല, അതുകൊണ്ടുള്ള ബെനിഫിറ്റ് 1 ഇയർ അല്ല, അതിൽ കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിനെ അസറ്റ് ആയിട്ട് വിളിക്കാം. സോ ഞാൻ ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് ബേസിക് ടേംസിലേക്ക് ഒന്നും പോകുന്നില്ല. സോ എന്താണ് അസറ്റ്, എന്താണ് ലയബിലിറ്റി, എന്താണ് ഇൻകം, എന്താണ് ക്യാപിറ്റൽ, ഇത് മനസ്സിലായാൽ നമുക്ക് ഈ ഒരു റൂൾ അടിപൊളിയായിട്ട് മനസ്സിലാവും. അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണ് നമുക്ക് നേരെ ഞാനൊരു എക്സാമ്പിൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. ആ എക്സാമ്പിൾ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഇതിന് ഈ റൂള് കണക്ട് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ റെക്കോർഡും ക്ലാസിഫൈ സമ്മറൈസിങ് ഒക്കെ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു ജേണൽ പാസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്നുകൂടെ ക്ലിയർ ആവും, ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. സോ ഞാൻ ഇനി അസറ്റിൽ എന്താ, നിങ്ങൾ അസറ്റിൽ ഞാൻ പറഞ്ഞ ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കിയേ, അസറ്റിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കിയേ. സോ ഈ ഡ്രോയിങ്സ് നിങ്ങളിവിടെ വലിയ ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞു തരാം. സോ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാപിറ്റലിന്റെ ഓപ്പോസിറ്റാണ്. സോ ക്യാപിറ്റലിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്ന സമയത്ത് ക്യാപിറ്റൽ ഒരു ലയബിലിറ്റി എന്നല്ല നമ്മൾ പറയാറുള്ളത്. ക്യാപിറ്റൽ ജനറലി ഒരു ലയബിലിറ്റി ആയിട്ടല്ലേ നമ്മൾ പറയാറുള്ളത്, ഒരു ഇന്റേണൽ ലയബിലിറ്റി ആയതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് പറയുന്നത്. സോ ക്യാപിറ്റലിന്റെ ഓപ്പോസിറ്റ് ആണ് ഡ്രോയിങ്സ്. സോ അതുകൊണ്ട് നമ്മൾ ഒരു അസറ്റ് കാറ്റഗറി, ചില ആൾക്കാർക്ക് ഡൗട്ടാണ്, സാറല്ലേ പറഞ്ഞേ ഈ ആലീസ് അല്ലാത്ത ഒന്നും അക്കൗണ്ടൻസിൽ ഇല്ലാന്ന് സാറ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അപ്പൊ ഡ്രോയിങ്സ് ഏത് കാറ്റഗറിയിലാണ് പെടുക? ചില ആൾക്കാർ ഡൗട്ടാണ്. സോ ഡ്രോയിങ്സ് നിങ്ങൾ തൽക്കാലം അസറ്റിന്റെ കാറ്റഗറിയിൽ ഇട്ടു. കാരണം എന്താ? ക്യാപിറ്റലിന്റെ ഓപ്പോസിറ്റ് ആണ് വരിക. അല്ലെങ്കിൽ ക്യാപിറ്റൽ കുറയുന്നു എന്നുള്ള കാറ്റഗറിയിലേക്കും ഡ്രോയിങ്സിനെ മാറ്റിയാലും കുഴപ്പമില്ല. സോ നിങ്ങൾ അസറ്റിന്റെ ഏജ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോ.
നമുക്കോ ക്യാഷ് നമുക്ക് വാല്യൂ ഇല്ലേ, ബെനിഫിറ്റ് ഇല്ലേ, ഫ്യൂച്ചറിൽ നമുക്ക് ബെനിഫിറ്റ് ഇല്ലേ, നമ്മൾ ഓൺ ചെയ്യുന്നില്ലേ, ഉണ്ട്. ഫർണിച്ചർ ഇല്ലേ, സ്റ്റോക്ക് ഇല്ലേ, മെഷീനറീസ് ഇല്ലേ, ബാങ്ക് ഇല്ലേ, ഡെപ്റ്റേഴ്സ് ഇല്ലേ, ഇൻവെസ്റ്റ്മെന്റ്സ് ഇല്ലേ, സോ ഇത് ലാൻഡ് ഇല്ലേ, ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ എന്താണ് നമ്മൾ ഓൺ ചെയ്യുന്നുണ്ട്, നമുക്ക് ഫ്യൂച്ചറിൽ ബെനിഫിറ്റും കിട്ടുന്നുണ്ട്. സോ അത്തരത്തിലുള്ളതിനെ നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. ലയബിലിറ്റി നേരെ തിരിച്ച് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒബ്ലിഗേഷൻ ആണ്, അങ്ങോട്ടേക്ക് എന്തോ കൊടുക്കാനുണ്ട്, ഒരു ബാധ്യതയായിട്ട് അങ്ങോട്ടേക്ക് കൊടുക്കാനുണ്ട്. അത്തരത്തിലുള്ളതാണ് നമ്മൾ ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ റെക്കറിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ അതിന്റെ ബെനിഫിറ്റ് എക്സ്പയർ ആകുന്ന എന്തെങ്കിലും ചെലവ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ മാത്രമേ എന്തെന്ന് പറയുള്ളൂ എക്സ്പെൻസ് എന്നുള്ള കാറ്റഗറിയിൽ പെടുള്ളൂ. വാട്ട് എവർ ഇറ്റ് ഈസ് എക്സ്പെൻസ് ആയാലും അസറ്റ് ആയാലും ഇൻക്രീസ് ചെയ്താൽ നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യുക, ഡിക്രീസ് ചെയ്താൽ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യുക. അടിപൊളിയായിട്ട് മനസ്സിലായി. നെക്സ്റ്റ് ഇൻകംസ് ചെക്ക് ചെയ്ത് നോക്കിയാൽ സെയിൽസ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, കമ്മീഷന്, ബാങ്ക് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, പർച്ചേസ് റിട്ടേൺ, ഇതൊക്കെ നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നമുക്കൊരു ഇൻകം ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? പർച്ചേസ് റിട്ടേണും സെയിൽസ് റിട്ടേണും നിങ്ങൾ എന്താക്കുക, സെയിൽസിന് ഏതാണോ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും സെയിൽസ് റിട്ടേൺ, പർച്ചേസ് ഏതാണോ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും പർച്ചേസ് റിട്ടേൺ. തൽക്കാലം നിങ്ങൾ എന്താക്കുക അങ്ങനെ മനസ്സിലാക്കി വെക്കുക. സോ ഞാൻ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് ട്രാൻസാക്ഷൻസിൽ നമ്മൾ കാണാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് അക്കൗണ്ട്സുകളെ, കുറച്ച് ആസ്പെക്ട്സുകളെ ഞാൻ പരിചയപ്പെടുത്തി തന്നു മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ആലിസിന്റെ റൂള് വെച്ചുകൊണ്ട് നമുക്ക് എന്താക്കാം, ആലിസിന്റെ റൂള് വെച്ചുകൊണ്ട് ഇതൊന്ന് ജേർണലൈസ് ചെയ്യാം. ആലിസിന്റെ റൂൾ വെച്ചുകൊണ്ട് ഇതിന് നമ്മൾ ഒരു ട്രാൻസാക്ഷൻ കിട്ടിയ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണ്? നമ്മൾ റെക്കോർഡ് ചെയ്യണം അല്ലെ? സോ റെക്കോർഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ജേർണൽ എൻട്രി പാസ് ചെയ്യാന്നാണ്. സോ നിങ്ങൾക്ക് വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു, നമ്മൾ കഴിഞ്ഞ നമ്മുടെ പ്രോബ്ലങ്ങളിലൊക്കെ നമ്മൾ എന്താ കാട്ടിക്കൂട്ടിയത്, അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ട്രാൻസാക്ഷൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻസിലെ ഓരോ ട്രാൻസാക്ഷൻസിലും ഈച്ച് വൺ ട്രാൻസാക്ഷൻസിലും രണ്ട് ആസ്പെക്ട്സുകൾ അല്ലെങ്കിൽ രണ്ട് അക്കൗണ്ടുകൾ പിക്ക് ചെയ്യുക. ആ രണ്ട് അക്കൗണ്ടുകളും ഏത് കാറ്റഗറിയിലേക്കാണ് കണക്ട് ചെയ്യുക. എന്നിട്ട് ആ കാറ്റഗറി ഇവിടെ ഇൻക്രീസ് ആവുകയാണോ ഡിക്രീസ് ആവുകയാണോ നോക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ കൈ വെച്ചിട്ട് നോക്കുക ആലിസിന്റെ എയും ഇയു ആണോ, അങ്ങനെയാണ് കൂടുകയാണ് ഡെബിറ്റ് ചെയ്യണം, നടുവിലുള്ള മൂന്നെണ്ണാണോ, അങ്ങനെയാണെങ്കിൽ കൂടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുക. നേരെ ജേർണൽ എൻട്രി പാസ് ചെയ്യുക. നേരെ നമുക്ക് നോക്കിയാൽ ഓരോ ട്രാൻസാക്ഷൻ വെച്ചിട്ട് നോക്കിയേ. ക്യാഷ് സെയിൽസ് ഈസ് ഫോർ ₹70,000. ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഇവിടെ എന്താ നടന്നിട്ടുള്ളത്? ഇവിടെ ക്യാഷ് സെയിൽസ് നടന്നിട്ടുണ്ട്. എത്രയാണ്? 70,000 രൂപയുടെ ക്യാഷ് സെയിൽസ് നടന്നിട്ടുണ്ട്. സോ ഇവിടെ വന്നിട്ടുള്ള രണ്ട് ആസ്പെക്ട്സുകൾ അല്ലെ രണ്ട് അക്കൗണ്ടുകൾ, ഈ ഒരു എൻട്രിയെ അല്ലെ ഈ ഒരു ട്രാൻസാക്ഷനെ കണക്ട് ചെയ്തിട്ടുള്ള രണ്ട് അക്കൗണ്ടുകൾ ഏതാ? ഒന്ന് ക്യാഷും വന്നിട്ടുണ്ട്, ഒന്ന് സെയിൽസും വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഈ ക്യാഷ് ആലിസിന്റെ ഏതുമായി ബന്ധപ്പെട്ടതാണ്? അസറ്റ് ആണോ, ലയബിലിറ്റി ആണോ, ഇൻകം ആണോ, ക്യാപിറ്റൽ ആണോ, എക്സ്പെൻസ് ആണോ നോക്കുക. ക്യാഷ് ഏതാ? ഇതാ നമ്മൾ ഇപ്പൊ കണ്ടിട്ടില്ലല്ലോ. ക്യാഷ് ഏത് കാറ്റഗറിയിലാണ് പെടുക? അസറ്റിലാണ് പെടുക. സോ സെയിൽസ് നടന്നാല് ക്യാഷ് കൂടുകയാണോ ചെയ്യുക, കുറയുകയാണ് ചെയ്യുക? കൂടുകയാണ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണമെന്ന് മനസ്സിലാകും. അതേപോലെ തന്നെ ഇവിടെ സെയിൽസ് ഉണ്ടായിട്ടുണ്ട്. സെയിൽസ് നമുക്ക് ഇത് ഏത് കാറ്റഗറിയിലാണ് പെടുക? ആലിസിന്റെ ഏത് കാറ്റഗറിയിലാണ് നമുക്ക് സെയിൽസിനെ പെടുത്താൻ വേണ്ടി പറ്റുക? സെയിൽസ് നമുക്ക് ആലിസിന്റെ നടുവിലുള്ള ഇൻകത്തിലാണ് പെടുത്താൻ വേണ്ടി പറ്റുക. ഇവിടെ സെയിൽസ് നമ്മുടെ ഇവിടെ ഈ ഒരു ഇൻകം ഉണ്ടാകുമ്പോൾ ഇത് കൂടുകയാണോ കുറയുകയാണ് ചെയ്യുന്നത്? സെയിൽസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇൻകം കൂടുകയാണ് ചെയ്യുന്നത്. സോ ഇൻകം കൂടിയ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ നമ്മുടെ ജേർണൽ എൻട്രി എന്താ വരിക? നമ്മുടെ ഒന്നാമത്തെ ജേർണൽ എൻട്രി വരിക എന്താ വരിക? ഒന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞേ. നമ്മുടെ ഒന്നാമത്തെ ജേർണൽ എൻട്രി എന്താ വരിക? നമ്മുടെ ക്യാഷ് അക്കൗണ്ട് കൂടും, അതേപോലെ തന്നെ സെയിൽസ് എന്നുള്ള ഇൻകവും കൂടും. ഞാൻ നരേഷനൊന്നും പാസ് ചെയ്യുന്നില്ല, നിങ്ങൾ പാസ് ചെയ്തോളാം. എമൗണ്ട് എത്ര? 70,000 അല്ലേ? ഇങ്ങനെയാണ് എത്ര സുന്ദരമായിട്ട് നമ്മൾ ജേർണൽ എൻട്രി പാസ് ചെയ്യുന്നത്. എത്ര ഈസി ആയിട്ടാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഒന്നാമത്തെ കഴിഞ്ഞു. ഇതേപോലെ രണ്ടാമത്തെ നിങ്ങളൊന്ന് പറഞ്ഞേ. രണ്ടാമത്തെ നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ. ഇൻഷുറൻസ് പെയ്ഡ് ബൈ ചെക്ക്. ഇവിടെ രണ്ട് അക്കൗണ്ടുകൾ ആദ്യം പിക്ക്. നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ പ്രോസസ് അതാണ്. ഇൻഷുറൻസ് പെയ്ഡ് ബൈ ചെക്ക് എന്ന് പറയുമ്പോൾ ഇൻഷുറൻസി എന്നുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചെക്കാ കൊടുത്തത്. സോ ചെക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ബാങ്കിലെ ബാലൻസ് കുറയും, കയ്യിലെ പൈസ കുറയും. ചെക്ക് കൊടുത്താൽ ഇല്ല, ബാങ്കിലെ ബാലൻസാ കുറയുക. അപ്പൊ ബാങ്ക് എന്നുള്ള ഒരു അക്കൗണ്ട് ആണ് ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾ ചെക്ക് ചെയ്യുക, ബാങ്ക് ആലിസിലെ ഏതുമായിട്ട് കണക്ട് ചെയ്താണ്? ഈ ക്യാഷും ബാങ്കും ഒക്കെ നമ്മൾ ഏത് കാറ്റഗറിയിലാണ് വരിക? അസറ്റിലാണ് വരിക. സോ ഇവിടെ എന്താണ്? ഇത് അസറ്റാന്ന് മനസ്സിലായി. നിങ്ങൾ നോക്കിയേ, ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക് നമ്മുടെ ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാൻ വേണ്ടി ചെക്ക് കൊടുക്കുമ്പോൾ ബാങ്കിലെ പൈസ കൂടുകയാണ് ചെയ്യുക, കുറയാണ് ചെയ്യുക? കുറയല്ലേ ചെയ്യുക. നമ്മുടെ ചെക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ചെക്കിലൂടെ ചെക്ക് കൊടുത്താൽ അതെടുത്ത് അയാൾ ക്യാഷ് എടുത്തുകൊണ്ട് പോകൂലേ? ബാങ്കിൽ നിന്ന് അത് വിഡ്രോ ചെയ്തുകൊണ്ട് പോകൂലേ? അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ബാങ്ക് കുറയും. സോ ബാങ്ക് എന്നുള്ള അസറ്റ് കുറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റാ ചെയ്യേണ്ടത്. അറ്റ് ദ സെയിം ടൈം ഇൻഷുറൻസിനായിട്ടാണ് ആ ചെക്ക് കൊടുത്തിട്ടുള്ളത്. ഇൻഷുറൻസ് എന്ന് പറയുന്ന സമയത്ത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെലവാണ്.
ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കാറ്റഗറിയിൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എനിക്കറിയില്ല. ഇൻഷുറൻസ് എന്ന് പറയുന്നത് എന്താണ്, ഐ തിങ്ക് ഞാനിവിടെ ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. ഇൻഷുറൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയേ, എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മളിങ്ങനെ ഒരു പ്രീമിയം കൊടുക്കുകയാണ് അല്ലെ, നമ്മളൊരു ചെലവായിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ കൊടുക്കുന്ന പ്രീമിയം കൊണ്ട് നമുക്ക് ഒരു വർഷത്തിൽ കൂടുതൽ ബെനിഫിറ്റ് ഇല്ല. കാരണം അടുത്ത വർഷം നിങ്ങൾ വേറെ പ്രീമിയം കൊടുക്കണം. കഴിഞ്ഞ വർഷത്ത് നിങ്ങൾ വേറെ പ്രീമിയം കൊടുക്കണം, വരാനിരിക്കുന്ന വർഷത്ത് വേറെ പ്രീമിയം കൊടുക്കണം. നിങ്ങൾ ഈ വർഷം നിങ്ങളുടെ അസറ്റുകൾ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് സെക്യൂർ ചെയ്തിട്ടുള്ളത് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന്റെ ലോസ് കുറക്കാൻ വേണ്ടിയിട്ട് ഈ വർഷത്തേക്ക് എന്നുള്ള നിലക്കാണ് ഈ വർഷത്തെ പ്രീമിയം കൊടുത്തിട്ടുള്ളത്. സോ ഈ വർഷത്തെ പ്രീമിയം കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വർഷത്തെ ഇൻഷുറൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ വർഷത്തെ എക്സ്പെൻസ് ആണ്. ഈ വർഷത്തെ എന്താണ്, ഇതൊരു എക്സ്പെൻസ് ആണ്. സോ നമ്മൾ ഇൻഷുറൻസ് എന്നുള്ള ഒരു എക്സ്പെൻസ് നമ്മൾ പേ ചെയ്യുന്ന സമയത്ത് ആ എക്സ്പെൻസ് കൂടുകയാണോ ചെയ്യുക, കുറയുകയാണ് ചെയ്യുക, കൂടുകയാണ് ചെയ്യുക. അപ്പൊ നമ്മൾ എക്സ്പെൻസ് കൂടിയാൽ എന്ത് ചെയ്യണം പഠിച്ചത്, ആലിസിന്റെ അവസാനത്തെ കാല് കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം, ആദ്യത്തെ കാല് കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. സോ ഇവിടെ ബാങ്ക് എന്നുള്ള അസറ്റ് കുറഞ്ഞു, ഇൻഷുറൻസ് എന്നുള്ള എക്സ്പെൻസ് കൂടി. അങ്ങനെയാണ് നമ്മുടെ ജേണൽ എൻട്രി എന്താ വരിക, നമ്മുടെ രണ്ടാമത്തെ ജേണൽ എൻട്രി എന്താ വരിക, എക്സ്പെൻസ് അല്ലെ, നമ്മുടെ എക്സ്പെൻസ് അക്കൗണ്ട് ആണ്. എക്സ്പെൻസ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. അതേപോലെ തന്നെ നമ്മുടെ ബാങ്ക് ബാലൻസ് കുറഞ്ഞു. എമൗണ്ട് എത്രയായിരുന്നു വരിക, 2500 രൂപ അല്ലെ, 2500 രൂപ. 2500 രൂപ നമുക്കൊരു ചെലവ് വന്നു. ഇതേപോലെ ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നതുകൊണ്ട് ഇത്ര സമയം എടുക്കുന്നത്. നമുക്ക് എന്നൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഇത് മനസ്സിലായി ഇതിങ്ങനെ എഴുതി വെക്കുന്നു വേണ്ട, സെപ്പറേറ്റ് നേരെ എൻട്രി പാസ് ചെയ്യാം. നോക്കിയാൽ മൂന്നാമത്തെ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കിയാലോ, സാലറി പെയ്ഡ് ഇൻ ക്യാഷ്. സാലറി പെയ്ഡ് ഇൻ ക്യാഷ്, രണ്ട് അക്കൗണ്ടുകൾ ഇവിടെ ഏതൊക്കെയാണ്, ഒന്ന് സാലറി ആണ്, ഒന്ന് ക്യാഷ് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ സാലറി പെയ്ഡ് ഇൻ ക്യാഷ്. ക്യാഷ് ഏത് കാറ്റഗറിയിലാണ് പെടുക, ആലിസിന്റെ അസറ്റിലാണ് പെടുക. ഇവിടെ സാലറി കൊടുക്കുമ്പോൾ ക്യാഷ് കൂടുകയാണ് ചെയ്യുക, കുറയുകയാണ് ചെയ്യുക. സോ നമ്മൾ ഇവിടെ അസറ്റ് കുറഞ്ഞു, ക്രെഡിറ്റ് ചെയ്യണം. സാലറി എന്നുള്ള ഒരു എക്സ്പെൻസ് വന്നിട്ടുണ്ട്. സാലറി കൊടുക്കുമ്പോൾ ഈ ഒരു ചെലവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുകയാണോ ചെയ്തിട്ടുള്ളത്, കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സാലറി എന്നുള്ള ചെലവ് വരുമ്പോൾ ആ ചെലവ് കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. സോ സാലറി എന്നുള്ള ചെലവ് കൂടി, അതേപോലെ തന്നെ ക്യാഷ് എന്നുള്ള അസറ്റ് കുറഞ്ഞു. ചെലവ് കൂടിയ, എക്സ്പെൻസ് കൂടിയ ഡെബിറ്റ് ചെയ്യണം, അസറ്റ് കുറഞ്ഞ ക്രെഡിറ്റ് ചെയ്യണം. നമ്മുടെ ജേണൽ എൻട്രി എന്താ വരിക, നമ്മുടെ ജേണൽ എൻട്രി മൂന്നാമത്തത് എന്താ വരിക, മൂന്നാമതായിട്ട് നമ്മൾ ജേണൽ എൻട്രി പാസ് ചെയ്യും. സാലറി അക്കൗണ്ട് നമ്മൾ എന്താ പാസ് ചെയ്യുക, സാലറി അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നുള്ള എൻട്രി പാസ് ചെയ്യും. എത്ര, 5500 രൂപ. 5500 രൂപയാണ് നമ്മുടെ ക്യാഷ് പോവുക. സോ നമ്മൾ അതും പാസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഫർണിച്ചർ ₹30,000 പർച്ചേസ്ഡ് ഇൻ ക്യാഷ്. പറഞ്ഞേ, ഫർണിച്ചർ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങി. ഇവിടെയുള്ള രണ്ട് ആസ്പെക്ട്സുകൾ അല്ലെ, രണ്ട് അക്കൗണ്ടുകൾ ഈ ഒരു ട്രാൻസാക്ഷൻസിൽ ഏതാണ്, ഫർണിച്ചർ ഉണ്ട്, ക്യാഷും ഉണ്ട്. ഫർണിച്ചർ ആലിസിലെ ഏത് കാറ്റഗറിയിൽ പെട്ടതാ, ഏത് ഹെഡിൽ പെട്ടതാ, ആലിസിൽ ഏത് കാറ്റഗറിയാണ്, നിങ്ങൾ ഓർത്ത് നോക്കി പറഞ്ഞേ. അസറ്റ് ആണോ, ലയബിലിറ്റി ആണോ, ഇൻകം ആണോ, ക്യാപിറ്റൽ ആണോ, എക്സ്പെൻസ് ആണോ? ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് അസറ്റ് ആണ്, കാരണം അത് വാല്യൂ ചെയ്യുന്നുണ്ട്, നമ്മളിത് ഓൺ ചെയ്യുന്നുണ്ട്. ആ ഫർണിച്ചർ കാരണം നമ്മൾ ഒരു വർഷത്തിൽ കൂടുതൽ എന്തിന്റെ ബെനിഫിറ്റ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. സോ അതെന്തായാലും അസറ്റ് ആണ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സോ ഞാനിവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും, ഫർണിച്ചർ നമുക്ക് എന്താണ്, അസറ്റ് ആണ്. സോ ഇവിടെ ഫർണിച്ചർ വാങ്ങുമ്പോൾ നമ്മുടെ ഫർണിച്ചർ എന്നുള്ള അസറ്റ് കൂടുകയാണോ ചെയ്യുക, കുറയാണ് ചെയ്യുക. നമ്മൾ ഫർണിച്ചർ വാങ്ങി നമ്മുടെ ഗോഡൌണിൽ കൊണ്ടിട്ട്, നമ്മുടെ ഓഫീസിൽ കൊണ്ടിട്ട്, നമ്മുടെ ഷോപ്പ് കൊണ്ടിട്ടാൽ ആ ഒരു ഫർണിച്ചർ കൂടുകയല്ലേ ചെയ്യുക. സോ ഫർണിച്ചർ കൂടിയാൽ, അസറ്റ് കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ക്യാഷ് പോക്കറ്റിൽ നിന്ന് പോയിട്ടുണ്ട്, ക്യാഷ് കുറഞ്ഞിട്ടുണ്ട്. ക്യാഷ് ഏത് കാറ്റഗറിയിലാണ് വിടുക, ആലിസിലെ അസറ്റ് ആണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാത്തിലും, ഐ തിങ്ക് സെക്കൻഡ് വണ്ണിൽ വെച്ച് ബാക്കി എല്ലാത്തിലും നമ്മൾ ക്യാഷ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ക്യാഷ് ഒരു അസറ്റ് ആണ്. ഇവിടെ ക്യാഷ് കൂടുകയാണ് ചെയ്തിട്ടുള്ളത്, കുറയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫർണിച്ചർ വാങ്ങുമ്പോൾ ക്യാഷ് കുറയുക ചെയ്തിട്ടുള്ളത്. സോ ഫർണിച്ചർ എന്നുള്ള അസറ്റ് കൂടി, ക്യാഷ് എന്നുള്ള അസറ്റ് കുറഞ്ഞു. സോ കൂടിയ അസറ്റിന് നമ്മൾ ഡെബിറ്റ് ചെയ്യുക, കുറഞ്ഞ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യുക. ദെൻ ജേണൽ എൻട്രി വിൽ ബി ഫർണിച്ചർ. നമ്മൾ എന്താ ജേണൽ എൻട്രി പാസ് ചെയ്യുക, ഫർണിച്ചർ അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. എമൗണ്ട് എത്രയാണ്, 30,000 ആണ് നമ്മുടെ എമൗണ്ട് വരിക. 30,000 ആണ് നമ്മുടെ എമൗണ്ട് വരിക. 30,000 ആണ് നമ്മുടെ എമൗണ്ട് വരിക. ഇതാണ് നരേശൻ, നിങ്ങൾ എഴുതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഏത് ട്രാൻസാക്ഷൻസ് കണ്ടാലും അതിൽ രണ്ട് അക്കൗണ്ടുകൾ പിക്ക് ചെയ്യുക, ഏതിനാ ഡെബിറ്റ് ചെയ്യേണ്ടത്, ഏതിനാ ക്രെഡിറ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ആലിസിന്റെ റൂൾ വെച്ച് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ കൊണ്ടുവന്ന് പാസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ജേണൽ എഴുതാതെ നിങ്ങൾ ലെഡ്ജർ എഴുതുന്നാന്ന് വിചാരിച്ചോ, ഒരു ട്രാൻസാക്ഷനിൽ നിന്ന് ഏതൊക്കെ ആസ്പെക്റ്റുകളുണ്ട്, ഏതൊക്കെ അക്കൗണ്ടുകളിൽ നിന്ന് പിക്ക് ചെയ്യുക. ഇവിടെയാണെങ്കിൽ ക്യാഷും ഉണ്ട്, സെയിൽസും ഉണ്ട്. സോ ക്യാഷ് അക്കൗണ്ട് അവിടെ വരക്കണം, സെയിൽസ് അക്കൗണ്ട് വരക്കണം. നിങ്ങൾ ഓരോ അക്കൗണ്ടിനും ഡെബിറ്റ് സൈഡ് ഉണ്ടാവും, ക്രെഡിറ്റ് സൈഡ് ഉണ്ടാവും അല്ലേ. സോ നിങ്ങൾ ക്യാഷ് അക്കൗണ്ട് ആണെങ്കിൽ അതൊരു അസറ്റ് ആണെന്ന് അറിയാം. എപ്പോഴാണ് ഡെബിറ്റ്
ചെയ്യുന്നത് ആ ക്യാഷ് കൂടുമ്പോൾ. സോ ഇവിടെ ക്യാഷ് കൂടിയിട്ടുണ്ടോ? ആ കൂടിയിട്ടുണ്ട്. അങ്ങനെയാണ് ക്യാഷ് അക്കൗണ്ടിൽ ലെഡ്ജർ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ നമ്മൾ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് എഴുതും. അതേപോലെ തന്നെ സെയിൽസ് എന്നുള്ള ലെഡ്ജർ അക്കൗണ്ടിൽ അതൊരു ഇൻകം ആണ്. ഇൻകം കൂടുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കാറുള്ളത്. സോ സെയിൽസ് എന്നുള്ള അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എഴുതും. ഇങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും ഏത് ട്രാൻസാക്ഷൻസും അക്കൗണ്ടൻസിൽ ഏത് പ്രോസസ്സും ഈ ഒരു റൂൾ വെച്ചുകൊണ്ട്, ഈ ഒരു സിമ്പിൾ റൂൾ വെച്ചുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അതാണ് ഞാൻ കുറഞ്ഞ സമയം കൊണ്ട് എക്സാമ്പിൾസ് അടക്കം ഞാൻ മനസ്സിലാക്കി തന്നിട്ടുള്ളത്. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക? ചോദിക്കുക, റിപ്ലൈ തരുന്നതായിരിക്കും. സോ അടിപൊളിയായിട്ട് മനസ്സിലായത് വിചാരിക്കുകയാണ്. സോ അക്കൗണ്ടൻസിയിൽ ഈ ഒരു റൂൾ നമുക്ക് എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ എന്ത് ചെയ്യുക? ഇതേപോലെ മറ്റൊരു ഇതാണ് അടിപൊളി ക്ലാസ് നിങ്ങളുടെ കോമേഴ്സ് ലൈഫിൽ, അക്കൗണ്ടൻസി ലൈഫിൽ, അല്ലെങ്കിൽ ഇതാണ് അടിപൊളി കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇതേപോലത്തെ ബാക്കിയുള്ള കാര്യങ്ങളും ബാക്കിയുള്ള കോൺസെപ്റ്റുകളായും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.